93ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് തുടക്കമായി. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പതാക ഉയർത്തി. തീർത്ഥാടന സമ്മേളനം ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ഗുരു പഠിപ്പിച്ച പാഠങ്ങൾ നമ്മെ മുന്നോട്ട് നയിച്ചെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ ധർമ്മപതാക ഉയർത്തിയതോടെയാണ് ശിവഗിരി തീർത്ഥാടനത്തിന് തുടക്കമായത്. ശ്രീനാരായണ ഗുരു ഇല്ലായിരുന്നുവെങ്കിൽ കേരളത്തിൽ നവോത്ഥാനവും സനാതനധർമ്മവും ഉണ്ടാകില്ലായിരുന്നുവെന്ന് തീർത്ഥാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. After so many years, our Narayana Guruji has taught us a great revolutionary thoughts, a spiritual thoughts that is inspiring the society even today, and it will be inspiring the society for many more years. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ഡോക്ടർ ശശി തരൂർ MP രചിച്ച പുസ്തകം ഉപരാഷ്ട്രപതി പ്രകാശനം ചെയ്തു. ശ്രീനാരായണ ഗുരു മഹാസമാധിയിലെത്തിയ ഉപരാഷ്ട്രപതി പുഷ്പാർച്ചന നടത്തി. തീർത്ഥാടനത്തിന്റെ ഭാഗമായി നടന്ന വിദ്യാഭ്യാസ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പങ്കെടുത്തു. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് മാറ്റം കൊണ്ടുവന്നില്ലെങ്കിൽ വൃദ്ധസദനങ്ങൾ മാത്രമേ ഉണ്ടാകൂവെന്ന് VD സതീശൻ പറഞ്ഞു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.